മറ്റൊരു കാര്യം ഇതിനകത്ത് നമ്മൾ ഈ കത്തിപ്പോൾ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഏതെങ്കിലും തരത്തിൽ സോളാർ കമ്മീഷനിൽ ഈ ഒരു കത്തിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിസ്താരത്തിനായി വിളിക്കുകയാണെങ്കിൽ ഈ കത്ത് നൽകുമോ? അതോടൊപ്പം അല്ലെങ്കിൽ ഈ കത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യൂ. ഞാൻ വോളണ്ടറി എങ്ങും കൊടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഹൈക്കോടതിയിൽ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചലഞ്ച് ചെയ്തത്. കാര്യം ഞാനായിട്ട് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് ഒരു ചർച്ച ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ലെറ്റർ പുറത്തുവിടാത്തത്. പലപ്പോഴും നിങ്ങൾക്ക് ഇതിന് ആൻസർ തന്നിട്ടുള്ളതാണ്. ഇനി മെയിലാണെങ്കിലും കമ്മീഷനിൽ ചോദിക്കുവാണെങ്കിൽ ആൻസർ കൊടുക്കും, ഉത്തരം കൊടുക്കും. അതിനാവശ്യമായ എവിഡൻസ് ആവശ്യപ്പെടുവാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ എവിഡൻസ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാനായിട്ട് ഒരു കാര്യത്തിനും ഒരു ലെറ്ററും എങ്ങും പബ്ലിഷ് ചെയ്യില്ല. സരി, ഇതിനകത്ത് വരുന്നത് വെച്ചാൽ ഇപ്പോൾ സരിത പല കാര്യങ്ങളും ഇതുപോലെ പറയേണ്ട സമയത്ത് പറയുന്നില്ല എന്നുള്ളതാണ് സരിതയ്ക്ക് പിന്നീട് ഇത്തരത്തിൽ സത്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയെന്നോ അല്ലെങ്കിൽ സരിത ഇങ്ങനെ പറയുമെന്നോ തരത്തിലേക്ക് പറയുന്നത്. അതെന്താ അങ്ങനെ? ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ മറച്ചു വെച്ച കാര്യങ്ങളാണിത്. ഞാനായിട്ട് പുറത്ത് വിടുവാണെങ്കിൽ അതിനൊരു ഉത്തരം ഇപ്പം പറയുന്ന നിങ്ങൾ പറയുന്ന ആൻസർ ഞാൻ പറയണം. ഞാൻ മറച്ചു വെച്ച ഒരു കാര്യം മറ്റുള്ളവർ പുറത്തിട്ടപ്പോൾ അത് നിഷേധിച്ചില്ല എന്നുള്ളതാണോ ഇപ്പോൾ എൻ്റെ തെറ്റ്? അതെൻ്റെ ലെറ്റർ ആയതുകൊണ്ടാണ് ഞാൻ നിഷേധിക്കാത്തത്. മറ്റൊരു വേറെ ഏതെങ്കിലും വ്യക്തികൾ വ്യാജമായി എഴുതി എത്രയോ കാര്യങ്ങൾ വന്നു, അതെല്ലാം ഞാൻ നിഷേധിച്ചില്ലേ? എൻ്റെ ലെറ്റർ ആണ് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് നിഷേധിക്കാതിരുന്നത്. പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും ഞാൻ നിഷേധിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൊരു വിങ്ങാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ അവരെന്നെ വളരെയധികം ഈ കഥകൾ നമ്മൾ പല പ്രാവശ്യം ഇതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഞാൻ അവരിൽ ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? എന്നെ ചവിട്ടി കുഴിക്കാത്താക്കിക്കൊണ്ടിരിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. അതുകൊണ്ട് ലെറ്റർ എൻ്റേതാണെന്നുള്ള സത്യസന്ധമായ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മേലിലും ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ എവിഡൻസസ് പുറത്തു വന്നാലും ഞാനത് സത്യസന്ധമാണെങ്കിൽ അത് ഓൺ ചെയ്യും, സത്യസന്ധമല്ലെങ്കിൽ നിഷേധിക്കും. ഇപ്പോഴും സത്യസന്ധമായതുകൊണ്ട് നിഷേധിക്കുന്നില്ല. അതെൻ്റെ ലെറ്ററാണ്, അതിനകത്ത് ആരോപണങ്ങൾ എൻ്റെ ജീവിതമാണ്. ഇതിനകത്ത് സരിത ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ അത് വ്യക്തമായ രീതിയിൽ സത്യം പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ടാണോ ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത്? എത്രയോ അന്വേഷണങ്ങൾ പല കേസുകളുടെ പല ഇതിനേക്കാളും വളരെ വലിയ കേസുകൾ കോടതിയിൽ പോയിട്ട് പോലും ഒരു അന്വേഷണവും ഇല്ലാതെ പുറത്തു പോയിട്ടുണ്ട് അല്ലേ? എത്രയോ കാര്യങ്ങളിൽ ചുമ്മാ പോവുക, ഒരു FIR ഇടുകയാണെങ്കിൽ അത് സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അത് സ്റ്റേ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സത്യസന്ധമായ ഒരു ആൻസർ ഇതിന് കിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്ത് നിന്നുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് പോലീസുകാരെല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ അവരെ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അവരെ ഭരിക്കുന്നവർ പറയുന്നത് കേൾക്കാനേ അവർക്ക് പറ്റുള്ളൂ. അത് ആരുടെയും കുറ്റമല്ല. ചിലപ്പം നമ്മളുടെ കേരള പോലീസ് പോലെ മിടുക്കരായ പോലീസ് ഇല്ല. ശരിക്കും കേരള പോലീസ് പോലെ അന്വേഷിച്ച് കണ്ടെത്താൻ അവരെ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഒരു അന്വേഷണത്തിനും ഇവിടെയുള്ള ഒരു അന്വേഷണത്തിനും എൻ്റെ കയ്യിലുള്ള ഒരു കാര്യം ഞാൻ കൊടുക്കില്ല, ഒരാൾക്കും കൊടുക്കില്ല. ഒരു വ്യക്തമായ ഒരു അന്വേഷണ ഏജൻസി പുറത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന തെളിവുകളും ഇനി പുറത്ത് ഇതുപോലെ വരാനുള്ള തെളിവുകളും ഒക്കെ പുറത്തുവിടും. അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യം വരുമോ അതെല്ലാം പുറത്തുവിടും. അത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എനിക്ക് വിശ്വാസമില്ല. കാര്യം ഓരോ കേസുകൾ പോകുമ്പോഴും എങ്ങനെയാണ് ഇത് ഇലക്ഷനെ ബാധിക്കാതെ ഒഴിവാക്കാൻ പറ്റുക എന്നാണ് ഇപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലുള്ളൊരു കേരളത്തിൽ നമുക്ക് എത്രത്തോളം ഇതുമായിട്ട് സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. നമ്മൾ കൊടുത്ത ചെറിയ പെറ്റി കേസിന് പോലും വാല്യൂ ഇല്ലാത്തൊരു കാലമാണ്. പെറ്റി കേസിന് പോലും വാല്യൂ ഇല്ലാത്തൊരു കാലത്ത് അങ്ങനെയുള്ള ഒരു ഫോറം നമുക്കിവിടെ ഉള്ള സമയത്ത് മറ്റ് സ്വാധീനമുള്ളവർ ഭരിക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് പോവുകയാണെങ്കിൽ സത്യസന്ധമായ അന്വേഷണം എവിടെ അവസാനിക്കും? എങ്ങും അവസാനിക്കില്ല. സാർ, ഇതിനകത്ത് തമ്പാനൂർ രവിയുടെ ഒരു റോൾ എന്തായിരുന്നു? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തമ്പാനൂർ രവി എന്തിനാണ് സരിതയെ വിളിച്ചത്? എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത്? ലെറ്റർ പുറത്തു വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യമേ പുറത്തു വന്നത്. ഈ ലെറ്റർ ഇവിടെ കൊടുത്ത് ഈ ലെറ്റർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ എത്തിയപ്പോൾ തന്നെ ഇവരെ എല്ലാം കാണിച്ചതാണ്. ഈ ലെറ്റർ കൊണ്ടുപോയി കാണിച്ചതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ലെറ്റർ കൊണ്ട് കാണിച്ചപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമല്ലോ അത് പ്രൊവോക്ക് ചെയ്ത് നിർത്തിയത്. അന്ന് അവർ നടത്തിയ അത് ഗൂഢാലോചനയല്ലേ? ഒരു സത്യസന്ധമായ ഒരു വിഷയം പുറത്തു വരാതിരിക്കാനുള്ള ഗൂഢാലോചന നടത്തിയവരാണ് ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് വില കുറഞ്ഞ ആരോപണമായിട്ട് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. അന്ന് എത്രയോ പേര് ഇത് ഗൂഢാലോചനയാണ്, എത്രയോ പേര് ചേർന്നാണ് ഗൂഢാലോചന നടത്തി എൻ്റെ ACJM-ലുള്ള മൊഴി സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. അതിന് എത്രത്തോളം അവർ ബുദ്ധിമുട്ടി, എത്രത്തോളം ചർച്ചകൾ നടത്തി, എത്രത്തോളം പേരെ കണ്ടു, എൻ്റെ അമ്മയെ സ്വാധീനിച്ചു, എന്നെ സ്വാധീനിക്കാൻ ആളെ വിട്ടു. അപ്പോൾ അതൊന്നും ഗൂഢാലോചനകളല്ലേ?
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ഗൂഢാലോചനകളെ പറ്റി അന്വേഷിക്കുന്നില്ല? അപ്പോൾ അതിന് പ്രൈമായിട്ട് നിന്ന മുഖ്യമന്ത്രിയുടെ 2 ഹാൻഡ്സ് ആയിരുന്നു ബെന്നി ബെഹനാനും ശ്രീ തമ്പാനൂർ രവി. അപ്പോൾ അവർ രണ്ടുപേരും അന്ന് നടത്തിയ ഗൂഢാലോചനയ്ക്ക് ഒരു അന്വേഷണവും ഇല്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരാൾ പുറത്ത് ഒരു ലെറ്റർ വിട്ടത് ഓൺ ചെയ്താൽ അത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അത് പ്രശ്നമില്ല. അവർ ചെയ്യുന്നതെല്ലാം നല്ലത്, ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം ഗൂഢാലോചന. അപ്പോൾ അതിനൊന്നും ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ഒരു യൂഷ്വൽ ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസ് ആണെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇതല്ലാതെ എന്തെങ്കിലും വാക്ക് പുതിയതായിട്ട് ഡിക്ഷണറിയിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർ പരിശോധിക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഇമേജ്, പിന്നെ എൻ്റെ ക്രെഡിബിലിറ്റി, പിന്നെ ഈ തട്ടിപ്പുകാരി, അല്ലാതെ ഈ പറയുന്ന ഗൂഢാലോചന, ഇത്രയും വാക്കുകളല്ലാതെ പുതിയതെന്തെങ്കിലും വെച്ച് എൻ്റെ അടുത്ത് എന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറ്റുമോ എന്ന് നോക്കട്ടെ. ഇല്ലാതെ ഇതൊക്കെ പഴകി ഒത്തിരി കേട്ട് മടുത്ത വാക്കുകളാണ് കോൺഗ്രസ്സുകാർ യൂസ് ചെയ്യുന്നത്. ഇതിനൊന്നും എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ കൂടെ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഇന്ന് ഏഷ്യാനെറ്റുകാർ പുറത്തുവിട്ട ലെറ്റർ എൻ്റെതാണെന്ന് പറഞ്ഞു. അത് എന്നും അങ്ങനെ തന്നെയാണ്. അത് നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. അതിനകത്തെ കണ്ടന്റ് സത്യമാണ്. അതിനകത്തുനിന്ന് അതിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ഞാൻ ഫേസ് ചെയ്യും. ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പല ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നേതാക്കൾ പ്രതികരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വീടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുമ്പോഴും അറിയാം എപ്പോഴും ജനനിബിഡമാണ്. രാഷ്ട്രീയക്കാർ, ഞാൻ ചോദിച്ചോട്ടെ, രാഷ്ട്രീയക്കാരും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഫാമിലി ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഭാര്യ മറ്റൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയി എന്ന് പറഞ്ഞു. ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയെന്നല്ല പറഞ്ഞു. അവിടെ പുതുപ്പള്ളിക്കാർ വന്നപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടാണ് മാഡം പുറത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന മാറ്റർ, ഞാൻ സംസാരിക്കാൻ എൻ്റെ അടുത്ത് CM എന്നെ വിളിച്ചു വരുത്തിയ മാറ്റർ അതീവ രഹസ്യമുള്ളതാണെന്ന് പറഞ്ഞാണ് ആ റൂമിലിരുന്നത്. കോൺഫറൻസ് ഹോളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മീറ്റ് ചെയ്യുന്ന കോൺഫറൻസ് ഹോളിൽ ഇരുന്നല്ല സംസാരിച്ചത്. അതിനോട് ചേർന്നുള്ള ഇടതുവശത്തെ റൂമിലിരുന്നാണ് സംസാരിച്ചത്. അദ്ദേഹം വിശ്രമിക്കുന്ന മുറിയിൽ, അവിടെയാണ് എന്നെ വിളിച്ചത് കണ്ടത്. അവിടെ ഇരുന്ന് സൈഡിൽ കുറേ കസേരകളുണ്ടായിരുന്നു. പഴയ ടൈപ്പ് ചൂരൽ കൊണ്ട് വരിഞ്ഞ കുറേ കസേരകളുണ്ടായിരുന്നു. അതിലൊന്നിൽ ആണ് ഞാനിരുന്നത്. അദ്ദേഹം ആ കട്ടിലാണ് ഇരുന്നത്. അവിടെ ഇരുന്നാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് മുട്ടുവേദന ആയതുകൊണ്ട് സന്ദർശകരെ അന്ന് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് സന്ദർശകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നും എനിക്കവിടെ പെർമിഷൻ വേണ്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കയറി പറ്റിയത്. അവിടെ ആരെയും അലോ ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന് വയ്യാത്തതുകൊണ്ട്. ഈ എക്സെപ്റ്റ് ദിസ് പുതുപ്പള്ളിയിൽ നിന്ന് വന്ന അവരുടെ ഫംഗ്ഷൻ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വന്ന് കണ്ട ആൾക്കാരല്ലാതെ, അവിടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റാഫുകളല്ലാതെ, പിന്നെ മറ്റേ കാർ പോർച്ചിൻ്റെ അവിടെയൊക്കെ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാർ പോർച്ചിൻ്റെ അവിടെ, പിന്നെ റൗണ്ടിൻ്റെ അവിടെയൊക്കെ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തിന് ഈ റൂമിൽ വെച്ചാണ്. ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് എന്നോട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അതീവ രഹസ്യമായി അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് മറ്റുള്ളവർ പുറത്തേക്ക് പോയത്. എനിക്ക് കുഴപ്പമില്ല. അത് എൻ്റെ കുഴപ്പമല്ല. അവിടെ ആൾക്കാരുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പറയുന്നത്. പിന്നെ ക്ലിഫ് ഹൗസ് പഞ്ചായത്ത് പോലെ പബ്ലിക് പ്ലേസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെയാണെന്ന് അവിടുത്തെ സാഹചര്യം ഉണ്ടായെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ കത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കള്ളമല്ല. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും എനിക്കത് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സരിതയോട് സംസാരിക്കുന്ന സമയം വന്നപ്പോൾ എല്ലാ ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി മുറിയിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതായത് ബിജു രാധാകൃഷ്ണനും മാതൃഭൂമിയുടെ ലേഖകനായ ശിവദാസും പറഞ്ഞ കാര്യങ്ങൾ എന്നെ അതീവ രഹസ്യമായതുകൊണ്ട് എന്നെ അറിയിക്കണം. പ്രൈവറ്റായിട്ട് പറയേണ്ട കാര്യമാണ്. ചിലപ്പോൾ സർക്കാരിനെ പോലും ബാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഒഴിച്ചു നിർത്തിയത്. ഇത്രേ എനിക്ക് അറിയുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ എനിക്കിതൊക്കെ ഇവിടെ അവർ നിൽപ്പുണ്ടായിരുന്നു ഇവർ നിൽപ്പുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ സംസാരിച്ചത്. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്താണെന്ന് പറഞ്ഞത് എന്നറിയാൻ. അത് സ്വാഭാവികമല്ലേ. ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റാത്തത് പോലും ആയ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സംസാരിച്ചത്, നമ്മളുടെ കമ്പനിയിൽ നിന്ന് ഒളിച്ചോടി നിൽക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തെ പോയി കണ്ട് എന്ത് പറഞ്ഞു എന്നറിയാൻ നിങ്ങൾക്കാണെങ്കിൽ ഇൻട്രസ്റ്റ് വരില്ലേ? അതേ ഇൻട്രസ്റ്റ് എനിക്ക് അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് എത്തിപ്പെട്ടത് തന്നെ. മുട്ടുവയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് സന്ദർശകരില്ലാതിരുന്നത്. അതെൻ്റെ കുറ്റമല്ല, അതെൻ്റെ വിഷയമല്ല. ഇതിനകത്ത് ആര്യാടനുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുഖ്യമന്ത്രിയാണോ എന്തെങ്കിലും പറഞ്ഞത്, അല്ലെങ്കിൽ ആര്യാടനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മോശം അനുഭവം എന്തെങ്കിലും? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സുഹൃത്തെ, ഞാനത് ഡിസ്ക്രൈബ് ചെയ്യില്ല. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത കാര്യമാണ്. ഈ ലെറ്ററിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആര്യയുടെ മുഹമ്മദിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ ഡിസോൺ ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. എനിക്ക് മോശമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഡിസ്ക്രൈബ് ചെയ്ത് സംസാരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. ഞാൻ സംസാരിക്കില്ല. ലെറ്റർ എൻ്റേതാണ്, അത് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇനിയൊരു സംഭാഷണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.
ഏതായാലും ഒരു കാര്യം കൂടി ചോദിച്ചു. ഏതായാലും നമ്മുടെ ഈ ഒരു ലെറ്റർ വന്ന സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഏതെങ്കിലും ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടാവട്ടെ, അത് സ്ഥിരം ഉണ്ടാവുന്നതാണ്. ലെറ്റർ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുള്ള ഭീഷണി ഉള്ളതാണ്, സ്ഥിരം ഉള്ളതാണ്. ഞാനല്ല ലെറ്റർ പുറത്ത് വിട്ടത്, അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതുപോലെ പലരുടെ കയ്യിലും പലതും കാണും. അവരെല്ലാം പുറത്ത് വിടുന്നതിന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു, വരുന്നത് പോലെ കാണുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇഷ്ടംപോലെ വരുന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അവസാനത്തെ അല്ല. ഒന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. ഒന്നുമല്ല. ഇത് ആരോ വിട്ട്, എൻ്റെ ഒരു ലെറ്റർ ഏതോ ചാനൽ വിട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ ഹോൾഡ് ചെയ്തത് അവരിന്ന് പബ്ലിഷ് ചെയ്തു. അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ ഓൺ ചെയ്തു. അതുപോലെ പല എവിഡൻസസ് ഉണ്ട്. ചിലപ്പം വീഡിയോസ് വരാനുണ്ടായിരിക്കും, ചിലപ്പം വേറെ പലരുടെയും വോയിസ് റെക്കോർഡേഴ്സ് വരാനുണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെയൊക്കെ പിന്നെ വെറാസിറ്റി, ജെന്യൂനിറ്റി ഒക്കെ പരിശോധിച്ച് വരുമ്പോൾ ചില കമ്മീഷനിലൊക്കെ താമസിക്കും. അല്ലാതെ ഇതുപോലെ മീഡിയാസിൻ്റെ കൂടെ പുറത്ത് വന്നാൽ അത് സത്യസന്ധമായി നടന്ന ഒരു വിഷയമാണെങ്കിൽ ഇന്ന് ഓൺ ചെയ്തതുപോലെ തന്നെ ഞാനത് ഏറ്റെടുക്കും, ഉറപ്പായിട്ടും ഏറ്റെടുക്കും. ഞാൻ നിഷേധിക്കില്ല, നടന്ന സംഭവങ്ങൾ നിഷേധിക്കില്ല. അതിൻ്റെ എവിഡൻസസ് പുറത്ത് വന്ന് ഞാനായിട്ട് പുറത്ത് വിടാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു സാഹചര്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഏതൊരു മനുഷ്യനും ഒരു ക്ഷമയുടെ ഒരു എന്താ പറയുക, ഒരു നെല്ലിപ്പലകയുണ്ട്. ആ ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടി പോകുമ്പോൾ ഒത്തിരി പ്രാവശ്യം നമ്മളെ പ്രൊവോക്ക് ചെയ്യുവാണെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രൊവോക്ക് ചെയ്യുന്നത്. പക്ഷേ മാന്യതയുടെ അംശം വിട്ട് എന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അടങ്ങി നിൽക്കില്ല. അത് ഞാൻ 100% ഉറപ്പാണ്. ഇത്തരത്തിൽ വീഡിയോസ് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ അത്തരത്തിൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ? വരട്ടെ, ഇനി പുറത്ത് വരട്ടെ. ഇതെന്തായാലും ഞാൻ പറയാം, 70% ഈ ലെറ്ററിനകത്തുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയ എവിഡൻസസ് എൻ്റെ കയ്യിലുണ്ട്. 30% എൻ്റെ കയ്യിലില്ല. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ്. തെളിവുകൾ സഹായിക്കാൻ കൊടുക്കാൻ 70% എൻ്റെ 70% വീഡിയോ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെയുള്ളത്. അത് ഞാൻ കമ്മീഷന് മുമ്പേ പറഞ്ഞിട്ടുള്ളത് തന്നെ. എനിക്ക് കമ്മീഷനിൽ കൊടുത്താൽ ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് അങ്ങനെ കൊടുത്ത് എനിക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസി ആക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊസീഡിങ്സ് എന്താകുമെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത ഒരു ഇതിലേക്ക് പോവാൻ. അത് വരട്ടെ, നിയമപരമായ കാര്യങ്ങളിലൂടെയല്ലേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ ഇവർ കാണിക്കുന്നത് പോലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോയെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ പോകുന്നില്ല. ഞാൻ നിയമത്തിൻ്റെ വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിട്ട ലെറ്റർ അല്ല, പക്ഷേ ഇതെൻ്റെ ലെറ്ററാണ്. ഞാൻ വിട്ടതല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഞാൻ വിട്ടതല്ല. ഇനിയും ചിലപ്പോൾ പലതും വിടും. അപ്പം എൻ്റെ അടുത്ത് എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യസന്ധമാണെങ്കിൽ ഞാൻ അത് നിഷേധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം.